യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഗുഡ് മോർണിംഗ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് അല്പസമയമായിരിക്കാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വാക്യം: സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. നമ്മുടെ ചിന്താ വിഷയം: ദൈവവുമായി സഹകരിച്ചുള്ള പ്രവൃത്തി സന്തോഷം വർദ്ധിപ്പിക്കും. ദൈവ വേലക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്നതായ കാര്യാദികൾ നിന്ദയും പരിഹാസങ്ങളും ആയിരിക്കും. ഇതെല്ലാം കേട്ടിട്ടും എല്ലാം സഹിച്ചും പൊറുത്തും ഉള്ളതായ ഒരു ജീവിതം, അതാണ് ദൈവവേലയിലൂടെ ദൈവദാസന്മാർക്ക് ലഭിക്കുന്നത്. ഇവിടെ പറയുന്നത് സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. കായിക വേല ഒരു അനുഗ്രഹം ആയാണ് സൃഷ്ടിപ്പിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വികസനം, ശക്തി, സന്തോഷം എന്നാണ്. പാപത്തിൻ്റെ ശാപത്തിലൂടെ മാറി വന്ന അവസ്ഥകൾ കായികാധ്വാനത്തിൻ്റെ അവസ്ഥയിലും മാറ്റം വരുത്തി. എന്നിരുന്നാലും ഉത്കണ്ഠയും തകർച്ചയും വേദനയും എല്ലാം അടങ്ങിയതാണെങ്കിലും അത് ഇപ്പോഴും സന്തോഷത്തിൻ്റെയും വികസനത്തിൻ്റെയും ഉറവിടം ആണ് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം സ്വന്തമായിട്ട് വേല ചെയ്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വേലയും അവർ ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത്തെ യുവ തലമുറയെ സംബന്ധിച്ചിടത്തോളം കായികമായിട്ടുള്ളതായ വേലയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. ആയതിനാൽ യുവജനങ്ങൾ അധ്വാനത്തിന്റെ അന്തസ്സ് ഗ്രഹിക്കുന്നതിലേക്ക് നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വേലയുടെ മഹത്വത്തെക്കുറിച്ച് ഇന്നത്തെ യുവ തലമുറ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ദൈവം നിരന്തരം പ്രവർത്തിക്കുന്നു എന്ന് അവർക്ക് കാട്ടിക്കൊടുക്കുക. ദൈവവേല ചെയ്യുന്നതായ ഒരു വ്യക്തി നന്നായിട്ട് ഭൂമിയിൽ അധ്വാനിക്കുന്ന വ്യക്തിയായി മാറണം. അത് ദൈവത്തിന് ഏറെ ഇഷ്ടമാണ്. പ്രകൃതിയിലെ ഓരോ പ്രതിഭാസവും അതാതിൻ്റെ നിയുക്ത പ്രവൃത്തി നിർവഹിക്കുന്നു. പ്രവൃത്തി മുഴുവൻ സൃഷ്ടിയിലും നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്തവ്യ നിർവഹണത്തിൽ നമ്മുടെ പ്രവൃത്തികളെ നാമും ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിൽ അർപ്പിതമായിരിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് നന്നായി വേല ചെയ്യുക എന്നതാണ്. കായിക ശേഷി വർദ്ധിപ്പിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു ഏദൻ തോട്ടത്തിലാക്കിയതിനു ശേഷം അവരോട് പറഞ്ഞു, അത് അവിടെ എന്ത് ചെയ്യണം? വേല ചെയ്യുകയും കാക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അധ്വാനത്തിലൂടെ നമുക്ക് കായിക ശേഷി എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു എന്ന് കാണുവാൻ തക്ക സാധിക്കും. ദൈവത്തോടൊത്ത് നാം നമ്മുടെ പ്രവൃത്തിയിൽ ഒരുമിച്ച് ചേരണം. അവിടുന്ന് നമുക്ക് ഭൂമിയെയും അതിലെ നിക്ഷേപങ്ങളെയും തന്നിരിക്കുന്നു. നാം പക്ഷേ അവയെ നമ്മുടെ സൗകര്യാർത്ഥം സൗകര്യപ്രദമായും നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് മരങ്ങൾ വളരുവാൻ ഇടയാക്കുന്നു. നമ്മളാകട്ടെ അതിൽ നിന്നും തടി ഒരുക്കി വീടുകൾ നിർമ്മിക്കുന്നു. ദൈവം സ്വർണം, വെള്ളി, ഇരുമ്പ്, കൽക്കരി എന്നിവയെ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ അവയെ നമുക്ക് സ്വന്തമാക്കുന്ന തക്കവണ്ണം സാധ്യമായി തീരുകയുള്ളൂ. ഈ സ്വർണവും വെള്ളി, ഇരുമ്പും കൽക്കരിയും ഒക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നന്നായിട്ട് അധ്വാനിച്ചെങ്കിൽ മാത്രമേ സാധ്യമായി തീരൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ദൈവം സകലവും സൃഷ്ടിക്കുകയും നിരന്തരം അവയെ ഒക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
പൂർണ്ണമായും തൻ്റെതിന് വിപരീതമല്ലാത്ത ഒരു അധികാരം, ശക്തി നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രകൃതി ശക്തികളുടെ മേൽ ഒരു പരിധിവരെയുള്ളതായ നിയന്ത്രണം നമുക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവം ഭൂമിയെ അതിൻ്റെ സൗന്ദര്യത്തോടും ശൂന്യാവസ്ഥയിലും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ദൈവം ഭൂമിയെ അതിൻ്റെ സൗന്ദര്യത്തോടെ നിന്നും ശൂന്യാവസ്ഥയിലും വിളിച്ചു വരുത്തി എല്ലാത്തിൽ നിന്നും കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ നിന്നും ചിട്ടയും ക്രമവും സൗന്ദര്യവും കൊണ്ടുവരുവാൻ നമുക്കും കഴിയും. സകല കാര്യങ്ങളും പാപം കലർന്നിട്ടും ദൈവത്തിനെന്ന പോലെ നമുക്കും ഒരു ആനന്ദം അനുഭവപ്പെടുന്നു. ദൈവം അന്ന് അതിനെ വളരെ നല്ലത് എന്ന് പറയുന്നു. ദൈവം ഓരോ സൃഷ്ടിയും പൂർത്തീകരിച്ച് വേല പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാം നല്ലത് എന്ന് കണ്ടു. അപ്പോൾ നാമും വേല ചെയ്യുമ്പോൾ, കഠിനാധ്വാനം ചെയ്യുമ്പോൾ ദൈവം നല്ലത് എന്ന് പറയണമെങ്കിൽ പ്രിയമുള്ളവരെ, നാമും എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്യുന്നവരായി മാറണം. കഠിനാധ്വാനം ചെയ്യുകയും ദൈവത്തിന് വേണ്ടി ഈ അന്ത്യകാലത്തിൽ നല്ല വേല ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദൈവവുമായി സഹകരിച്ചുള്ളതായ പ്രവൃത്തി സന്തോഷം വർദ്ധിക്കും. ഏത് വേല ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവവുമായി സഹകരിച്ചുകൊണ്ട് നല്ല വേല ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രബോധനത്തെ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് വചനം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗീയനാഥന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപയും സാമീപ്യവും എല്ലാവരുടെ മേലും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വീണ്ടും കണ്ടുമുട്ടുവോളം എല്ലാവരെയും കൃപയിൽ സൂക്ഷിക്കണം. മാനവും മഹത്വം എടുക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.